സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം 1952 മുതൽ 80 വരെയുള്ള നായക നടന്മാരുടെയും സൂപ്പർ താരങ്ങളുടെയും പ്രതിഫലത്തെക്കുറിച്ച്, അവർ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയതിനെക്കുറിച്ച്. അത് 80 വരെ, 82 ശേഷം 80 ശേഷം പറയുന്നില്ല. അതായത് ഉദാഹരണത്തിന് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിന് 82 2.5 ലക്ഷം 3 ലക്ഷം വരെ ഉണ്ടായിരുന്നു. അതേസമയത്ത് 80 നസീർ സാറിന് 1 ലക്ഷം. അതിനെക്കുറിച്ച് എന്ന് പറയാൻ പോകുന്നത് 80 വരെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിയ ആൾ. അതായത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഏറ്റവും കൂടുതൽ 80 വരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടൻ നസീർ സാറിന് 1 ലക്ഷം രൂപ. സത്യം മാഷ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയത് 18,000. അതായത് അവസാന കാലത്ത് സത്യം മാഷ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയത് 18,000. അനുഭവങ്ങൾ പാളിച്ചകളെല്ലാം കളിക്കുന്ന സമയത്ത്. ആ സമയത്ത് നസീർ സാറിന് 25,000. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല. ഓരോ നടന്മാരും ഏറ്റവും കൂടുതൽ അവരെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങി അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നു. അപ്പോൾ സത്യം മാഷ് 18 കൂടുതൽ സത്യം മാഷ് വാങ്ങിച്ചിട്ടില്ല. മധുചേട്ടൻ ഏറ്റവും കൂടുതൽ വാങ്ങിയത് 50,000 80. അതായത് ജീവിതം ഒരു ഗാനം എന്നെല്ലാം പറഞ്ഞ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനെല്ലാം പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് 50,000. അതാണ് ഏറ്റവും ടോപ്പ്. 50,000 കൂടുതൽ മധുചേട്ടന് സാലറി ഇല്ല. പിന്നെ സോമേട്ടൻ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് 40,000. കോളിളക്കത്തിൽ സോമേട്ടന് 40,000. അതിൽ കൂടുതൽ പിന്നെ സോമേട്ടന് കിട്ടിയില്ല. അതുപോലെ സുകുമാരനും ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് 40,000 കോളിളക്കത്തിൽ. അതുപോലെ ജയൻചേട്ടൻ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിച്ചത് കോളിളക്കത്തിലാണ് 40,000. ഇവർക്ക് മൂന്നാൾക്ക് 40,000 80. ആ സമയത്ത് നസീർ സാറിന് 1 ലക്ഷം. പിന്നെ വിൻസെൻ്റ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് 23,000 പട്ടാളം ജാനകിയിൽ. അതാണ് വിൻസെൻറ്റിൻ്റെ സാലറി. പിന്നെ ഒരു പടത്തിൽ പട്ടാളം ജാനകിയിലാണ് ഹയസ്റ്റ്. വിൻസെൻറ്റിന് 23,000. അതിൽ കൂടുതൽ വിൻസെൻറ്റിന് പിന്നെ കിട്ടിയില്ല. അതിനുശേഷം പിന്നെ വിൻസെൻറ്റിന് താണ് പോയത്. സുധീർ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് പട്ടാളം ജാനകി തന്നെ 22,000. വിൻസെൻറ്റിനെ കണ്ട് 1,000 കുറവ്. അതിൽ കൂടുതൽ സുധീറിന് കിട്ടിയില്ല. പിന്നെ 80 ശേഷമല്ല അവരെല്ലാം താണല്ലോ. 80 ശേഷം ഇപ്പോൾ ഉള്ള പറയുന്നില്ല. താണാലും പൊന്തിയാലൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. 80 വരെയുള്ള കാര്യങ്ങളാണ് പറയും. പിന്നെ രവികുമാർ 25,000 വരെ വാങ്ങിച്ചത്. ശക്തിയിൽ രവികുമാർ 25,000. ആ സമയത്ത് രവികുമാർ നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ട്. കുറേ പടങ്ങളുണ്ട് രവികുമാർ. പിന്നെ ജോസിന് 15,000 ഏറ്റവും കൂടുതൽ. ഹൃദയം പാടുന്നു എന്നുള്ള പടത്തിലെല്ലാം ലാസ്റ്റ് നായകനായിട്ട് അഭിനയിച്ച് 15,000. അതിൽ കൂടുതൽ ജോസിന് കിട്ടിയില്ല. അതുപോലെ സത്താറിന് ഏറ്റവും കൂടുതൽ കിട്ടിയ 15,000. അതിൽ കൂടുതൽ കിട്ടിയില്ല. പിന്നെ രവി മേനോന് 10,000. ഈ കരിമ്പനയിലെല്ലാം അഭിനയിക്കുന്ന സമയത്ത് രവി മേനോന് 10,000. പിന്നെ മോഹന് 35,000 കിട്ടിയിട്ടുണ്ട്. മോഹന് കാന്തവലയത്തിന് 35,000, ജയൻ ചേട്ടന് 35,000, മോഹന് 35,000 കാന്തവലയത്തിൽ. പിന്നെ 80 വേറെ ആ സമയത്ത് വന്ന് നടന്മാറാന്ന് മമ്മൂട്ടി മോഹൻലാലും. മമ്മൂട്ടിക്ക് 80 800 രൂപയാണ് ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിച്ചത് മേളയിൽ. അതിന് മുമ്പ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ 50 രൂപ. പിന്നെ അതിന് ശേഷം വന്ന 800 രൂപയായി. പിന്നെ ഇതിൽ 82 മുന്നേറ്റത്തിലെല്ലാം അഭിനയിക്കുമ്പോഴത്തേക്ക് മമ്മൂട്ടിക്ക് 5,000 കിട്ടാൻ തുടങ്ങി. മുന്നേറ്റം എന്നുള്ള പടം 81 82 വരുമ്പോൾ മമ്മൂട്ടിക്ക് അതിൽ 5,000. അതിന് മുമ്പുള്ള 80 വരെ കാര്യങ്ങളിൽ ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ 80 മമ്മൂട്ടിക്ക് 800 രൂപ. മോഹൻലാലിന് പിന്നെ 80 നിർമ്മാതാവിന് ഇഷ്ടമുള്ള കൊടുക്കലാണ്. അങ്ങനെ പ്രതിഫലമായിട്ടൊന്നുമില്ല. നിർമ്മാതാവ് ഇഷ്ടമുള്ള കൊടുക്കും. ചിലപ്പോൾ 100 രൂപ കൊടുക്കും, ചിലപ്പോൾ 200 കൊടുക്കും. അതിഷ്ടം പോലെ. പിന്നെ ഭക്ഷണവും ചിക്കൻ ബിരിയാണിയും 100 200 നിർമ്മാതാവിന് ഇഷ്ടമുള്ളത് കൊടുക്കും. 2 പടത്തിൽ അഭിനയിച്ചത് 80. ഒന്ന് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ, ഒന്ന് സഞ്ചാരി. അതിൽ അന്നത്തെ കാലത്ത് പറയുന്നതായിട്ട് നിർമ്മാതാവിന് ഇഷ്ടമുള്ളത് കൊടുക്കില്ല മോഹൻലാൽ. പ്രതിഫലം നിങ്ങൾ നിശ്ചയിച്ചിട്ടൊന്നുമില്ല. മമ്മൂട്ടിക്ക് 800 രൂപയും ബിരിയാണിയും. പിന്നെ മോഹൻലാലിന് നിർമ്മാതാവിന് ഇഷ്ടമുള്ളത് കൊടുത്തിട്ട് പിന്നെ സെറ്റിലുള്ള ചിക്കൻ ബിരിയാണി. ഇതൊക്കെയാണ് അന്നത്തെ കാലത്തുള്ള താരങ്ങളുടെ പ്രതിഫലം. ഓക്കെ.